യാ അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ PYQൻ്റെ ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ 2 പാർട്ടിൽ നമ്മൾ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പാർട്ടിൽ പാർട്ട് 3യിൽ നമുക്ക് സെക്ഷൻ സിയും സെക്ഷൻ ഡിയും ആണ് വരുന്നത്. അപ്പോൾ അതായത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റിലേക്ക് വെച്ചത്. പിന്നെ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 4 സെക്ഷനായിട്ടാണ് വരുന്നത്. സെക്ഷൻ 1ൽ പിന്നെ 10 മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ ഒരു സെൻറ്റൻസ് 1 or 2 സെൻറ്റൻസസിൽ എഴുതേണ്ട 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൽ 2ലും ഓപ്ഷൻസ് ഉണ്ട്. സെക്ഷൻ 3ലേക്ക് വരുമ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ അതിൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കി നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഞാൻ പിന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെറിയ രീതിയിലൊന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് ഇതേ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. ആ നോട്ട്സ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോളുന്നില്ല, പക്ഷേ എന്നാലും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആലോചിക്കേണ്ടത് കഴിഞ്ഞ സെക്ഷനിലൊക്കെ വന്ന ഒരു ഭാഗമായിരുന്നു അല്ലേ, വെർബലും നോൺ വെർബലും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി എന്താലോചിക്കണം, നമുക്ക് വരാൻ സാധ്യതയുള്ള സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകൊണ്ട് പറയലല്ലാത്ത മറ്റുള്ള സംഭവങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പല സംഗതികളുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് നോൺ വെർബലി നമ്മൾ അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥാനത്താണ്. കാരണം നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മുടെ ബോഡി ലാംഗ്വേജ് മതി അയാൾക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവാൻ. നമ്മൾ ക്ലാസ് കേൾക്കുകയാണ്. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് മേലേക്ക് നോക്കി നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മളെ മുമ്പിൽ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഈ ക്ലാസ് ഓക്കെ അല്ല, എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയാണെന്നുള്ള സംഭവം അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ഇയാൾ പറയുന്നില്ലെങ്കിൽ കൂടി ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, ഇദ്ദേഹത്തിന് ക്ലാസ് ഓക്കെ അല്ല എന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ബോഡി ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോഡി ലാംഗ്വേജ് എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഇതൊരു ടൈപ്പാണ്. അതുപോലെ നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ചേഷ്ടകൾ, നമ്മൾ പിന്നെ ചിലപ്പം കണ്ണ് പൂട്ടിയിരിക്കുക, അല്ലെങ്കിൽ മുഖം അങ്ങോട്ടാക്കിയിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇതൊക്കെ നമ്മുടെ ജെസ്റ്റേഴ്സാണ്. ഇതും ആക്ച്വലി എന്താണ്, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ടാണ് ഒരു കാര്യം പറയണത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സാഡായിട്ടാണോ ഒരു കാര്യം പറയണത്, നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണോ കാര്യം പറയണത്, ഇതൊക്കെ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ അത്ര ചിരിച്ചുകൊണ്ടാണ് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഭയങ്കര ആംഗ്രി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും ആളുകൾ അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നുള്ളത് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുത്താൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ടച്ച്, അപ്പോൾ ഇതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം സെറ്റിങ്ങിന് എടുത്ത് നോക്കിയാൽ മതി. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഷോൾഡറിലൊക്കെ പിന്നെ കൈ വെക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഷോൾഡറിൽ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഊന്നിക്കൊണ്ട് പറയാം. ഇതൊക്കെ ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഈവൻ നമ്മൾ വെർബൽ വാക്ക് യൂസ് ചെയ്യുന്നില്ല എന്നെങ്കിലും അത് ഒരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് ആക്ച്വലി എന്താണ്, ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുത്താൻ പറ്റുന്ന സംഗതികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോണ്, പിച്ച്, വോളിയം എന്ന് നേരത്തെ പറഞ്ഞു. ശബ്ദം കൂട്ടി പറയുക, നമ്മൾ ഭയങ്കര പിച്ച് സൗണ്ടിൽ പറയാം, ഭയങ്കര വോളിയത്തിൽ പറയാം, കുറഞ്ഞ ശബ്ദത്തിൽ പറയാം, സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയാണ്, നമ്മൾ വളരെ ചെറിയൊരു സബ്ജക്റ്റിൽ പറയാം. ഇതൊക്കെ ആക്ച്വലി എന്തിൽ പെടുത്താൻ പറ്റുന്നതാണ്, നോൺ വെർബലിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ ഐ കോണ്ടാക്ട് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ആളുകളുമായിട്ട് നമ്മളെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത്, ഐ കോണ്ടാക്ട് ഉണ്ടാവുക എന്നുള്ളത്. നമ്മളൊരു ടീമിനോടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് ഇരിക്കുന്ന ആളും ഫസ്റ്റ് ഇരിക്കുന്ന ആളും ഒരുപോലെ നമ്മുടെ ഐ കോണ്ടാക്ട് എത്തണം അല്ലേ. അപ്പോൾ ആ ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ അപ്പിയറൻസ്, ഓഫ് കോഴ്സ് നമ്മൾ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടാണോ ഒരു കാര്യം പറയുന്നത്, അതല്ല നമ്മൾ പുള്ളിത്തുണിയും കള്ളിത്തുണിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഫോമലായിട്ടാണോ അല്ല ഇൻഫോമലായിട്ടാണോ പറയുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രൂമിങ്, നമ്മുടെ സ്റ്റൈല്, നമ്മുടെ ലുക്ക്, ഇതൊക്കെ എന്തിൽ പെടുത്താൻ പറ്റുന്ന, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുത്താൻ പറ്റുന്ന സംഗതികളാണ്. റൈറ്റ്, അപ്പോൾ ഇത് ഞാൻ ആൻസേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്.
പിന്നെ 27 ക്വസ്റ്റ്യൻ വന്നത് പിന്നെ ബൗബോ തിയറിയെ കുറിച്ചാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിൻ ഓഫ് ലാംഗ്വേജിൽ ഒരുപാട് തിയറികൾ വരുന്നുണ്ട്. അതിൽ പൂപ്പു തിയറി, പിന്നെ ഏഹിഹോ തിയറി, ഡിങ് ഡോങ് തിയറി, ബൗബോ തിയറി, പല തിയറി വരുന്നുണ്ട് അല്ലേ. കഴിഞ്ഞാൽ നമ്മൾ ഏഹോ തിയറിനെ കുറിച്ചവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്? ബൗ തിയറിയെ കുറിച്ചാണ്. ബൗ തിയറി. ബൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ആക്ച്വലി ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഹ്യൂമൻസ് ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്സ്. മനുഷ്യന്മാർ നേച്ചറിൽ ഉണ്ടാവുന്ന പ്രകൃതിയിലുള്ള സൗണ്ടുകളെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് മനുഷ്യൻ്റെ ഭാഷ രൂപപ്പെട്ടു വന്നതെന്നുള്ള അത് പറയുന്ന ആളുകളാണ് ബൗവോ തിയറിൻ്റെ ആളുകൾ അല്ലേ. ആ തിയറിൻ്റെ പേരാണ് ബൗവോ തിയറി എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ എനിമൽസ് ഉണ്ടാക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങളായിരിക്കും. ഇതൊക്കെ നാച്ചുറൽ ശബ്ദങ്ങളാണ്. ഈ ശബ്ദത്തെ മനുഷ്യൻ അനുകരിച്ചിട്ടാണ് മനുഷ്യൻ്റെ ഭാഷ നിർമ്മിച്ചെടുത്തത് എന്നുള്ളതാണ് ബൗവോ തിയറിക്കാർ പറയുന്നത്. ഉദാഹരണം മ്യൂ, അല്ലെങ്കിൽ പിന്നെ ബാങ്ക്, ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഇതൊക്കെ ആക്ച്വലി നാച്ചുറൽ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ്. ഈ ശബ്ദങ്ങളിൽ നിന്നാണ് മനുഷ്യൻ തൻ്റെ ഭാഷ നിർമ്മിച്ചെടുത്തതെന്നാണ് ബൗവോ തിയറിക്കാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഒറിജിൻ ഓഫ് ലാംഗ്വേജിൽ പെടുന്ന ഒരു തിയറിയാണ് ബൗവോ. അതുപോലെ പൂപ്പു തിയറി ഉണ്ട്, ഡിങ് ഡോങ് ഉണ്ട്, ഏഹിഹോ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹിയോനെ കുറിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തിയറികളും എന്താണ് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക, അതിൻ്റെ മെയിൻ പോയിന്റ്സും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമ്മുടെ എഫക്റ്റീവ് ലിസണിങ്ങിനെ പിന്നെ ആക്റ്റീവ് ലിസണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലിസണിങ്ങിൻ്റെ ഭാഗത്തിൽ നമുക്ക് ആക്റ്റീവ് ലിസണിങ് വേണം. ഒരു കാര്യം നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത് കേൾക്കണം അല്ലേ. പക്ഷേ പല സംഗതികളുണ്ടാവും നമ്മുടെ ആക്റ്റീവ് ലിസണിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന പല ഫാക്ടേഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ ലെവൽസ് ആണ്. അത് നമുക്ക് എത്രമാത്രം ആ ഒരാൾ പറയുന്ന സംഗതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു എത്ര മിനിറ്റ് വരെ അല്ലെങ്കിൽ എത്ര സമയം വരെ ആ പറയുന്ന ആളുടെ ഇതിലേക്ക് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ആളൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അവിടുന്ന് വേറെ ശബ്ദം വരുന്നുണ്ട്, ഇവിടുന്ന് മൊബൈലിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാളുടെ ഫോൺ അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇതൊക്കെ എന്താണ് ആക്ച്വലി നമ്മുടെ പിന്നെ ആക്റ്റീവ് ലിസണിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന സംഗതികളാണ്. പിന്നെ പ്രിജുഡൈസസും ബയാസസും ഓഫ് കോഴ്സ് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന സംഗതികളാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ വരുന്ന ആളെക്കുറിച്ച് ഒരു പ്രിജുഡൈസ്, അദ്ദേഹം ഒരു ഭയങ്കര പ്രായമായിട്ടുള്ള ആളാണ്, പതുക്കെ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുള്ളൂ. ആ ഒരു സംഭവം നമ്മൾ നേരത്തെ കേട്ടു. അപ്പോൾ പിന്നെ നമ്മൾ എന്തായി, നമ്മൾ അതിനനുസരിച്ചായിരിക്കും പിന്നെ എന്തുണ്ടാവുക, ചിലപ്പം ക്ലാസ്സിൽ നമ്മുടെ ലിസണിങ് ഉണ്ടാവുക. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു മുൻധാരണ വരികയാണ് അല്ലേ, ഒരു ബയാസ് ഉണ്ടാവുകയാണ് നമ്മുടെ മൈൻഡിൽ. പിന്നെ നമ്മൾ അതിനനുസരിച്ചായിരിക്കും ലിസണിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇമോഷണൽ സ്റ്റേറ്റ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഭയങ്കര സാഡ്, ഇന്ന് ഭയങ്കര ദുഃഖമാണ്, ഒരു മനസ്സിലാകെ ഒരു ടെൻഷനാണ്. ഇപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് എന്തിന് കഴിയില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ക്ലാസ്സിൽ, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഭയങ്കര പിന്നെ എക്സൈറ്റഡ് ആണ്, അടുത്ത പീരീഡ് അല്ലെങ്കിൽ അടുത്തൊരു പിന്നെ ഹവറിൽ എന്ത് വരാൻ പോകുന്നുണ്ട്, ഒരു ഗസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ മൈൻഡ്. അപ്പോൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. പിന്നെ സ്പീക്കറുടെ ക്ലാരിറ്റി ടൂണും. സ്പീക്കർ അവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് ബാക്കിലേക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല ശബ്ദത്തിൽ. ഇതും ഓഫ് കോഴ്സ് നമ്മുടെ ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബോഡി ലാംഗ്വേജും എൻഗേജ്മെൻറ്റും. സ്പീക്കർ ഓഫ് കോഴ്സ് നീക്കുന്നൊന്നുമില്ല, അവിടെ ഇരുന്നിട്ട് തന്നെ ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അടുത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല. ഇതൊക്കെ ഓഫ് കോഴ്സ് ആക്ച്വലി എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ലിസണിങ്ങിനെ ബാധിക്കുന്ന സംഗതികളാണ് അല്ലേ. അപ്പോൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലായിരിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ്ങിനെ സഹായിക്കുന്ന സംഗതികൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തടസ്സപ്പെടുത്തുന്ന സംഗതികളാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലിസണിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് ആക്റ്റീവ് ലിസണിങ്ങിന്, പാസീവ് ലിസണിങ് എന്താണ്, പിന്നെ അതിനെ സഹായിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ സെൻറ്റൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ടൈപ്പുകളാണ്. 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു സംഗതിയാണ്. ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 4 എണ്ണമാണ് ഉള്ളത്. ഡിക്ലറേറ്റീവും, പിന്നെ ഇൻ്ററഗേറ്റീവും, അതുപോലെ തന്നെ ഇമ്പറാറ്റീവും, പിന്നെ ലാസ്റ്റ് എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി ഞാൻ ലാസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട്. എക്സ്ക്ലമേറ്ററി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകളാണ്. പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യുക അല്ലെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയുന്ന സെൻറ്റൻസുകളാണ് ആക്ച്വലി ഡിക്ലറേറ്റീവ്. ഇപ്പോൾ ഇവിടെ നോക്ക്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ ഈസ്റ്റിലാണ് ഉദിക്കുക എന്നുള്ള സെൻറ്റൻസ് ഡിക്ലറേറ്റീവാണ്. ഇൻ്ററഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അതൊരു ഇൻ്ററഗേഷനാണ്, ഒരു ചോദ്യം ചോദിക്കലാണ് അല്ലേ. നമ്മളൊരാളോട് ഓക്കെ നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻ്ററഗേഷൻ നടത്താണ്. അപ്പോൾ വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അതുപോലത്തെ സെൻറ്റൻസുകളാണ് ഇൻ്ററഗേറ്റീവ്. ഇമ്പറാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ പ്ലീസ് ക്ലോസ് ദ ഡോർ, ദയവ് ചെയ്തിട്ട് ആ വാതിലൊന്ന് അടക്കുമോ, പ്ലീസ് ക്ലോസ് ദ ഡോർ. നമ്മളൊരാളോട് ഒരു കമാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇമ്പറാറ്റീവിൽ വരുന്ന സംഗതി.
പിന്നെ ലാസ്റ്റ് ഒന്ന് വരുന്നത് എക്സ്ക്ലമേറ്ററി ആണ്. അത് ഭയങ്കര സ്ട്രോങ് ഇമോഷൻ ഉണ്ടാകുന്ന സമയത്താണ് അത് വരിക അല്ലേ. ഇപ്പോൾ നമ്മൾ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ, എന്തൊരു ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ ഭയങ്കര എക്സ്ക്ലമേഷനോട് കൂടി എക്സ്ക്ലമേഷൻ ചിഹ്നം കൊടുത്ത് പറയുന്ന അങ്ങനത്തെ സെൻറ്റൻസ് ആണ് നാലാമത്തെ ഒരു കാറ്റഗറി. അപ്പോൾ ഈ നാലെണ്ണം മനസ്സിലാക്കി വെക്കുക, ഓരോന്നിൻ്റെ ഉദാഹരണം പഠിച്ചു വെക്കുക. കാരണം എന്തായാലും 1-2 ക്വസ്റ്റ്യൻ ഇതിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രെയിം അറ്റ്ലീസ്റ്റ് 5 കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു പോയം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 5 പിന്നെ കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് അതിന് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോയമായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള 5 ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് പോയറ്റിനെ, ഇത് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യനാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല. പുറത്തുനിന്നൊരു പോയം തന്നിട്ട് കോംപ്രഹെൻഡ് ചെയ്തിട്ട് അതിന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പോയറ്റിൻ്റെ പോയറ്റിൻ്റെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്, മിടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തത് പിന്നെ പോയറ്റ് റെയിൻബോസ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ റെയിൻബോസിനെ കുറിച്ച്, മഴവില്ലുകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് എന്താണെന്നുള്ളതാണ്. പിന്നെ കവിയുടെ വാട്ട് ഡസ് ദ കവിയെ മെയിൻ ബൈ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പോയറ്റിൻ്റെ വിഷ്, അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അഞ്ചാമത്തേത് വാട്ട് ഡസ് ദ ഫ്രൈസ് നാച്ചുറൽ പേറ്റി എന്നുള്ള ആ ഒരു ഫ്രൈസ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് ചെറിയൊരു പാരഗ്രാഫ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആ പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് മെത്തേഡ്സ് എഴുതാണ് വേണ്ടത് അല്ലേ. ഇൻഹിബിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള പിന്നെ കുറേ ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇൻഹിബിഷൻ എന്നുള്ളത്. അതായത് ഭയങ്കര വിമുഖതയായിരിക്കും, അവർ പുറത്തേക്ക് വരില്ല, ഇംഗ്ലീഷ് പറയാനോ അല്ലെങ്കിൽ ഇത് പിന്നെ പ്രാക്ടീസ് ചെയ്യാനൊന്നും മുന്നിട്ടിറങ്ങില്ല. അപ്പോൾ ഈ സംഭവത്തിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇവിടെ നോക്കുക, പ്രാക്ടീസ് സ്പീക്കിംഗ് റെഗുലർലി, ദിവസവും സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം, ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ ഈവൻ ചിന്തിക്കുകയാണെങ്കിൽ കൂടി അത് ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മലയാളത്തിൽ ചിന്തിക്കാതെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ സ്പീക്ക് ചെയ്തോളും. പിന്നെ കൺവെർസേഷൻസിൽ നമ്മൾ പേടി കൂടാതെ മിസ്റ്റേക്കുകളെ കുറിച്ച് പേടിയില്ലാതെ നമ്മൾ പിന്നെ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുക, കൺവെർസേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മറ്റൊരു ഉപാധിയാണ്. പിന്നെ വൊക്കാബുലറി അതുപോലെ തന്നെ ഗ്രാമർ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, പരമാവധി വായിക്കുക, ഡിക്ഷണറി നോക്കുക, അങ്ങനെ നമ്മുടെ വൊക്കാബുലറി അത്രയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓഡിയോ വിഷ്വൽ റിസോഴ്സുകൾ, മൂവി, പോഡ്കാസ്റ്റ്, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഇംഗ്ലീഷിലുള്ള. അപ്പോൾ അത് നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഇൻഹിബിഷനെ ഒഴിവാക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താണ്. ഇതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എഴുതാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻഹിബിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നർത്ഥം. പിന്നെ അടുത്തത് സിങ്ക്രോണിസും അസിങ്ക്രോണിസും അല്ലേ. 2 ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻസ്, 2 ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് എന്നുള്ളതും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് എഴുതാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സിങ്ക്രോണിസ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ആണ്, നമുക്കറിയാം. ഡയറക്റ്റ് ഫോൺ കോൾ, വീഡിയോ മീറ്റിംഗ്, സൂം കോൾ, ഇതൊക്കെയാണ് സിങ്ക്രോണിയസ്. അതായത് ഓൺ ടൈം നമുക്ക് കാണാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്നത്. അസിങ്ക്രോണിയസ് എന്ന് പറഞ്ഞാൽ ഡിലേഡ് റെസ്പോൺസ് തരുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഉദാഹരണം ഇമെയിൽ, റെക്കോർഡ് ലെക്ചറുകളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് പറഞ്ഞത് അസിങ്ക്രോണിയസ് ആണ്. കാരണം ഞാനിവിടെ ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള ലെക്ചറാണ് നിങ്ങൾക്ക് തരുന്നത്, ക്ലാസ്സാണ് തരുന്നത്. അപ്പോൾ ഓൺ ടൈം ലൈവ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ ഞാൻ ഒരാൾക്ക് ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് റെസ്പോൺസ് കിട്ടുക. പക്ഷേ ഫോൺ കോൾ, വീഡിയോ മീറ്റിംഗ് ആവുമെന്ന് പറഞ്ഞാൽ അത് സിങ്ക്രോണിയസ് ആണ്, ഓൺ ദ ടൈം നമുക്കത് റെസ്പോൺസ് കിട്ടും എന്നുള്ളതാണ്. റൈറ്റ്. പിന്നെ അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഒരു ലേണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലേണിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന സമയത്ത് ഇത് തീർത്തിരിക്കണം, ഇത്ര പോർഷൻ തീർത്തിരിക്കണം. അപ്പോൾ എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എങ്ങനെ പഠിക്കാം, ലേണിംഗ് സ്കില്ലാണല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത്ര പോർഷൻ, ഇന്ന ബ്ലോക്കും ഇന്ന യൂണിറ്റുകൾ നമ്മൾ തീർത്തിരിക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഗോൾ വെക്കുക. പിന്നെ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് നമ്മൾ കൊണ്ടുവരണം അല്ലേ. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലേസി ആയിരിക്കാതെ ലേണിംഗ് ടെക്നിക്സ്, പുതിയ ലേണിംഗ് ടെക്നിക്സ് കൊണ്ടുവരിക. റെഗുലർലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പിന്നെ ഫീഡ്ബാക്ക്സ് എപ്പോഴും നമ്മൾ ഇത്ര പഠിച്ചു കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇതിന് എന്ത് കിട്ടി എന്നുള്ളൊരു ഫീഡ്ബാക്ക് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ക്യൂരിയസ് ആവുക, എപ്പോഴും ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് അല്ലേ. നമ്മളൊരു പുതിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അതിൻ്റെ മുമ്പിൽ നമ്മൾ ഡോർ ക്ലോസ് ചെയ്യരുത്. അതിലേക്ക് നമ്മളെപ്പോഴും ഓപ്പൺനെസ് ആയിരിക്കണം അല്ലേ. നമുക്ക് പുതിയ ഐഡിയകൾ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം, എപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എന്താണ്, ലേണിങ്ങിനെ ആക്റ്റീവ് പിന്നെ ലേണിംഗ് സ്കിൽസിനെ സഹായിക്കുന്ന സംഗതികളാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് മെൻഷൻ അറ്റ്ലീസ്റ്റ് 5 മെത്തേഡ്സ് ടു ഇംപ്രൂവ് വൺസ് വെക്കാബുലറി. വെക്കാബുലറി എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള
ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് വായിക്കുക, ഡിക്ഷണറി അല്ലെങ്കിൽ പിന്നെ തെസാറസുകൾ ഉപയോഗിക്കുക. തെസാറസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സിനോണിംസും ആൻറ്റോണിംസും ഒക്കെ കിട്ടുന്ന ഡിക്ഷണറി. പിന്നെ പ്രാക്ടീസ് വേർഡ് ഗെയിമുകൾ അല്ലേ, പല വീടുകളൊക്കെ പോലുള്ള പല പല ഗെയിമുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗെയിമുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, കൺവെർസേഷൻ അതിൽ എൻഗേജ് ചെയ്യുക ഇംഗ്ലീഷിൽ. പിന്നെ ഓരോ ഒരു വേർഡെങ്കിലും ഡെയിലി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, റൈറ്റ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വെക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് വന്നപ്പോൾ ലിങ്ക്, ഹൈപ്പർ ടെക്സ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ലിങ്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്കബിൾ എലമെൻറ്റ്സ് ദാറ്റ് കണക്ട് വെബ് പേജസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നീല കളറുള്ള ലിങ്കുമ്പോൾ ഞെക്കി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നത് അല്ലേ. അത്തരത്തിലുള്ള ക്ലിക്കബിൾ ആയിട്ടുള്ള എലമെൻറ്റുകൾക്കാണ് ലിങ്കുകൾ നമ്മൾ പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ ലിങ്ക്സ് ടു ദ ഒറിജിനൽ കണ്ടന്റ്. അതായത് അത് ഇപ്പോൾ വിക്കിപീഡിയ പേജിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതൊരു ടെക്സ്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ലിങ്ക് ഉണ്ടാവും, അത് നമ്മൾ മറ്റൊരു ഡിജിറ്റൽ കണ്ടന്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നമ്മൾ നോട്ട് ചെയ്ത് നോക്കണം, ലിങ്കും ഹൈപ്പർ ടെക്സ്റ്റും. പിന്നെ സ്പീച്ചിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച് പല തരത്തിലുള്ള സ്പീച്ച് ഉണ്ടാവും അല്ലേ, നമ്മൾ സ്പീച്ചിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത രൂപത്തിലുള്ള സ്പീച്ചുകൾ നമ്മൾ നടത്താറുണ്ട്. മാനുസ്ക്രിപ്റ്റ് സ്പീച്ച് ഉണ്ടാവും, അതായത് വേർഡ് ഫോർ വേർഡ് ആയിട്ട് നമ്മളിങ്ങനെ നോക്കി വായിക്കുന്ന അത്തരത്തിലുള്ള സ്പീച്ചുകളുണ്ട്. മെമ്മറൈസർ ആയിട്ടുള്ള സ്പീച്ച് നമ്മൾ മനപ്പാടാക്കിയിട്ട് അത് അതുപോലെ പറയുന്നതുണ്ട്. എക്സ്റ്റംപറാനസ് ഉണ്ട്, അതായത് നമ്മൾ ഓൺ ടൈമിൽ നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നമ്മളവിടെ എത്തി, പിന്നെ നമ്മൾ ക്ഷണിക്കുകയാണ് ഒരാൾ, ഓക്കെ ഇനി ഇയാൾ പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എക്സ്റ്റംപറാനസ് ആയിട്ട് നടത്തുന്ന, പിന്നെ നാച്ചുറലി നടത്തുന്ന പ്രസംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇംപ്രോംപ്റ്റു സ്പീച്ചുകൾ ഉണ്ടാവും, അതായത് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഒറ്റയടിക്ക് നടന്ന പ്രസംഗങ്ങൾ. പിന്നെ നമ്മൾ അവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടി എന്നിട്ട് നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങളുണ്ടാവും. റെസ്പോൺസ് സ്പീച്ച് ഉണ്ടാവും, ഫെസിലിറ്റേഷൻ സ്പീച്ച് ഉണ്ടാവും. പിന്നെ നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഗസ്റ്റായിട്ട് നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങളുണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് നമ്മളൊരു പരിപാടിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സ്പീച്ചിന് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറി ഉണ്ട്, അത് നമ്മൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഈ 4 കാര്യങ്ങൾ അതിൽ വരുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇമോജിയും ഇമോട്ടിക്കോൺസും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബേസ്ഡ് സിമ്പിൾസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംഗതികൾ കൊടുക്കുക. ഇമോട്ടിക്കോൺസ്, ഇമോജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇമേജുകളാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ടാണ്, റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടോ ചിരിക്കുന്ന ഒരു ഇമോജി, ഈ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇയാൾ ഹാപ്പി ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇമോജിയും ഇമോട്ടിക്കോൺസും തമ്മിലുള്ള വ്യത്യാസം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അടുത്തത് സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ, സെക്ഷൻ 3ൽ ഇത്രയും ക്വസ്റ്റ്യനാണ് വന്നത്. ഇതിലെല്ലാം എഴുതണമെന്നില്ല, ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് 5 ക്വസ്റ്റ്യനോ 6 ക്വസ്റ്റ്യനായിട്ടാണ് എഴുതാനുള്ളത്, അത് മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യനാണ്, ഇതിൽ 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, പക്ഷേ ഈ 2 10 മാർക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ഹസാർഡുകളാണ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ടൂൾസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇത് കാരണമായിട്ടുണ്ടാകുന്ന ഹെൽത്ത് ഹസാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരുപാട് നമ്മൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു എസ്സേ ഒക്കെ ടൈപ്പിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക, ഇങ്ങനെ ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് എഴുതുക. എന്നിട്ട് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് റെഡിങ് കൊടുത്തിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ ഇത് എഴുതിയാൽ മതി. ആദ്യം ഐസ്ട്രെയിനെ പറ്റി കുറച്ച് ചെറുതായിട്ട് എഴുതുക. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഐസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം കണ്ണിന് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലേ. കാരണം നമ്മൾ ഒരുപാട് സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉറക്കം നഷ്ടപ്പെടുത്തും. കാരണം നമ്മൾ ആ ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിന് ബ്ലൂ ലൈറ്റ് കാരണം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ പോസ്ചറൽ ഇഷ്യൂകൾ ഉണ്ടാവും അല്ലേ, നമ്മൾ ഒരുപാട് നേരം മൊബൈലിൽ നോക്കി കമ്പ്യൂട്ടറിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കാരണമായിട്ട് നെക്ക് പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ വേറെ ഒന്നാണ് RSI, അതായത് റിപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഫ്രം എക്സസീവ് ടൈപ്പിംഗ്, മൗസ് യൂസ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്ട്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, RSI എന്ന് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓഫ് കോഴ്സ് ഉണ്ടാവും അല്ലേ, കാരണം ആങ്സൈറ്റി, ഡിജിറ്റൽ അഡിക്ഷൻ, ഇത് കാരണമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താണ്. ഇത് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റുന്നതാണ്. കാരണം ഒരു എസ്സേ അല്ലേ 10 മാർക്ക് ഉണ്ടല്ലോ, ഏകദേശം ഒരു 3 പേജ് വരെ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലാബറേറ്റ് ഓൺ ദ 3 മെയിൻ കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ സൈബർ ക്രൈമിൻ്റെ ആ ഒരു ഭാഗം ശരിക്കും ഒന്ന് വായിക്കണം. കാരണം സൈബർ ക്രൈംസിനെ കുറിച്ച് 3 ടൈപ്പിലുള്ള സൈബർ ക്രൈമുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇൻഡിവിജ്വൽസിനെതിരെയുള്ള സൈബർ ക്രൈമുകൾ, അതിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സൈബർ സ്റ്റോക്കിങ്, ഫിഷിങ് തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് പണം തട്ടുക, പിന്നെ ആളുകളുടെ ഐഡൻറ്റിറ്റി പിന്നെ മോഷ്ടിക്കുക,
പിന്നെ ആളുകളെ സൈബറിൽ സ്റ്റോക്കിംഗ് ചെയ്യുക, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ ഇതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു പ്രോപ്പർട്ടിക്കെതിരെ നടത്തുന്ന സംഭവങ്ങൾ. ഒരാളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുക, മാൽവെയർ അറ്റാക്ക് നടത്തുക, പിന്നെ ആളുകളുടെ ഡാറ്റേൻ്റെ ഉള്ളിലേക്ക് വൈറസ് കൊണ്ടുപോയിട്ടുകൊണ്ട് ഡാറ്റ ബ്രീച്ച് ചെയ്യുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒന്ന് ഇൻഡിവിജ്വലായി, പിന്നെ ഒന്ന് പ്രോപ്പർട്ടി ആയി, പിന്നെ ഒന്ന് ഗവൺമെൻറ്റുകൾക്കെതിരെ നടത്തുന്നത് അല്ലേ. ഇപ്പോൾ തീവ്രവാദികൾ ഉണ്ടാവും, സൈബർ ടെററിസം നടത്തുന്ന ആളുകൾ, പിന്നെ എസ്പിയോണേജ് നടത്തും, പിന്നെ റാൻസം വെയർ അറ്റാക്സ് അല്ലേ. ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ വേറെ രാജ്യം നടത്തുന്ന അറ്റാക്കുകൾ ഉണ്ടാവും. ഇന്ത്യയുടെ ഡാറ്റാബേസിലേക്ക് കയറിയിട്ട് സൈബർ ടെററിസം നടത്തും അല്ലേ, എസ്പിയോണേജസ് ഒക്കെ നടത്തുന്ന പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്ത്യൻ്റെ സെക്യൂരിറ്റി പിന്നെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെ നടത്തുന്ന അറ്റാക്കുകളുണ്ട്. ഇങ്ങനെ 3 ടൈപ്പിലാണ് അറ്റാക്ക് ഉള്ളത്. അപ്പോൾ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് ഏതൊക്കെയാണ് സൈബർ ക്രൈമിൻ്റെ കാറ്റഗറി എന്ന് കൊടുക്കുക. അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശദീകരിച്ച് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിൽ ഉൾക്കൊണ്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു. ഇത് വളരെ ഈസിയാണ്, കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഒരു കാര്യം. നമ്മൾ ഒരു പിന്നെ റിസർച്ച് പേപ്പറോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പ്രീ റൈറ്റിംഗ് ചെയ്യണം, ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യണം. എന്താണ് ഐഡിയ, എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഐഡിയകളൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതണം, ഫസ്റ്റ് വേർഷൻ അല്ലേ. പെർഫെക്ഷൻ ഒന്നുമില്ല, ഒരു നോർമലായിട്ടുള്ള സാധനം എഴുതി വെക്കണം. പിന്നെ നമ്മൾ റിവൈസ് ചെയ്യണം, അതായത് കണ്ടൻറ്റ് റിവൈസ് ചെയ്ത് സ്ട്രക്ചറൊക്കെ റെഡിയാക്കി ക്ലാരിറ്റി ഒക്കെ കൊണ്ടുവരണം. പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്യണം, പ്രൂഫ് റീഡിങ് ചെയ്യണം അല്ലേ. കൃത്യമായിട്ട് ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എറേഴ്സൊക്കെ ഫോർമാറ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കണം. പിന്നെ അടുത്തത് അതായത് എറേഴ്സൊന്നും ഇല്ലാതെ ഒരു ഫൈനൽ കോപ്പി മോഡലാക്കി വെക്കണം. പിന്നെ നമ്മൾ പബ്ലിഷിങ് ചെയ്യും, ഫൈനലൈസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യും. അതായത് പിന്നെ ഫൈനൽ വേർഷൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി അയക്കുന്നു എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോരോ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. 1, 2, 3, 4, 5 സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പിന്നെ റൈറ്റിംഗ് കണ്ടൻറ്റ് നമുക്ക് പുറത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും എസ്സേ എഴുതുന്ന സമയത്ത് കേട്ടോ. പിന്നെ റീഡിങ്ങിൻ്റെ 2 ടെക്നിക്സാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിളാണ്. ഒന്ന് സ്കിമ്മിങ്ങും സ്കാനിങ്ങും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ റീഡിങ് ബെറ്റർ ആക്കാൻ പറ്റുന്ന സഹായിക്കുന്ന സംഭവങ്ങളാണ്. സ്കിമ്മിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻ ഐഡിയാസിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പെട്ടെന്ന് ക്വിക്ക്ലി ഗ്ലാൻസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ പരതുന്നതിനാണ് സ്കാനിംഗ് എന്ന് പറയാം. അത് രണ്ടും പിന്നെ റീഡിങ്ങിൻ്റെ 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. അതായത് ഡീറ്റെയിൽഡ് റീഡിംഗ് അല്ലേ. ഡീപ്പായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നതിനാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റെൻസീവ് റീഡിംഗ് ഉണ്ട്, അതായത് റീഡിംഗ് ഫോർ ജനറൽ കോംപ്രഹെൻഷൻ, എൻജോയ്മെൻറ്റിനൊക്കെ വേണ്ടി നടത്തുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെറിയ നോവലുകൾ, ചെറിയ പിന്നെ നോവൽസ് ഒക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ വായിച്ചു പോകുമല്ലോ. അപ്പോൾ ഇതൊക്കെ എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന എക്സ്റ്റെൻസീവ് റീഡിങ്സ് ആണ്. പിന്നെ വേറൊന്ന് ഒരു SQR മെത്തേഡ് ഉണ്ടായിരുന്നു, സർവേ ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവ്യൂ ഫോർ ബെറ്റർ റിട്ടൻഷൻ എന്നുള്ള ഭാഗം നമ്മൾ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു സംഗതിയാണ്, ഇത് നോക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു സംഗതികൾ നോക്കിയാൽ മതി റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു 4 കാര്യങ്ങൾ. അതായത് പിന്നെ ഇൻറ്റൻസീവ് റീഡിങ്ങും എക്സ്റ്റെൻസീവ് റീഡിങ്ങും ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. അതുപോലെ തന്നെ പിന്നെ സ്കാനിങ്ങും സ്കിമ്മിങ്ങും എന്താണെന്നുള്ളതും ശ്രദ്ധിച്ചു വെക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് പിന്നെ വായിച്ചു പോവുക. എന്നിട്ട് പിന്നെ ഈ ടെക്നിക്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്സേ, റീഡിങ് ടെക്നിക്സ് എന്നുള്ള ഒരു മോഡലിൽ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് തന്നെ നിങ്ങൾക്ക് വെച്ചിട്ട് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് ഡയറിയിലേക്ക് എഴുതിയെടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പാർട്ടിലായിട്ടാണ് ടോട്ടലി പിന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത്. ഫസ്റ്റ് പാർട്ടിൽ സെക്ഷൻ 1ഉം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും എങ്ങനെയാണ് പിന്നെ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 2ൽ രണ്ടാമത്തെ സെക്ഷൻ ബിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ പാർട്ടിൽ സെക്ഷൻ സിയും സെക്ഷൻ ഡിയും ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.